വിവാദ ദല്ലാൾ ടി.ജി. നന്ദകുമാറിനൊപ്പം ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. ജയരാജൻ സമ്മതിച്ചതോടെ ഊരാക്കുടുക്കിലായി സി.പി.എം. പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന നാളുകളിൽ നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ ബി.ജെ.പിയിൽ ചേരാൻ ഇ.പി. ജയരാജൻ ശ്രമിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇ.പിക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അതേസമയം വിവാദം അവസാനിപ്പിച്ച് തടിയൂരാൻ ശ്രമമുണ്ടെങ്കിലും സി.പി.എം. കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. വിവരങ്ങളുമായി ചേരുകയാണ് ആർ രാജീവ്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അറിയിച്ചത് കൂടുതൽ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ സി.പി.എമ്മിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നെന്നും ബി.ജെ.പി. നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യം അറിയിച്ചത്. ഏതായാലും അതിന് പിന്നാലെയാണ് ആ നേതാക്കളിൽ ഒരാൾ ഇ.പി. ജയരാജനാണെന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്ന് ഇ.പി. ജയരാജനും അതുപോലെ തന്നെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും അറിയിച്ചതോടെ വെട്ടിലായത് സി.പി.എം. തന്നെയാണ്. പ്രത്യേകിച്ചും നേരത്തെ സി.പി.എം. പറഞ്ഞുകൊണ്ടിരുന്നത് സി.പി.എമ്മിൽ നിന്ന് ആരും ബി.ജെ.പിയിലേക്ക് പോകില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയതെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന ഒടുവിൽ ഇ.പി. ജയരാജൻ തന്നെ സമ്മതിക്കുമ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ സി.പി.എം. നേരിടുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയി എന്ന നേരത്തെ തന്നെ ചില സൂചനകൾ സി.പി.എം. നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി നേരത്തെ പരസ്യ പ്രതികരണത്തിന് ആദ്യഘട്ടത്തിൽ തയ്യാറാകാതിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇ.പി. ജയരാജനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ഇ.പി. ജയരാജൻ സി.പി.എം. നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത് എന്നാണ് സി.പി.എം. നേതൃത്വം കരുതുന്നത്. ഏതായാലും എം വി ഗോവിന്ദനെ സി.പി.എം. സംസ്ഥാന സെക്രട്ടറി ആക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇ.പി. ജയരാജൻ സി.പി.എം. നേതൃത്വവുമായി ഇടയുന്നത്. തന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എം വി ഗോവിന്ദനെ സി.പി.എം. സംസ്ഥാന സെക്രട്ടറി ആക്കിയത് എന്ന പരസ്യമായി തന്നെ പലരോടും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം സി.പി.എമ്മിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഇ.പി. ജയരാജൻ സ്വീകരിച്ചിരുന്നത്. കണ്ണൂരിൽ സി.പി.എം. നടത്തിയ ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്നും ഇ.പി. ജയരാജൻ വിട്ടുനിന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇവിടെ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തതോടെ സി.പി.എം. വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് അന്ന് നേരിട്ടത്. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് ഏതായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി. നേതൃത്വമായി അദ്ദേഹം ബി.ജെ.പി. ദേശീയ നേതൃത്വമായി വരെ അദ്ദേഹം ചർച്ച നടത്തിയെന്നതിന്റെ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ സി.പി.എം. വലിയ വെട്ടിലാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇനി അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇ.പി. ജയരാജൻ മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച വലിയ ആശങ്ക സി.പി.എമ്മിൽ നിലനിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതുതന്നെയാകും ഏറ്റവും പ്രധാനമായ ചർച്ചകൾ സി.പി.എമ്മിൽ നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സി.പി.എമ്മിൽ നിന്നും ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് ഇക്കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നേരിട്ട് കുറ്റപ്പെടുത്തുക കൂടി ചെയ്തതോടെ ഇനി അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് തുടരുമോ എന്നത് സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ദേവിക.